അതിൽ 150 കോടിയിലേറെ രൂപ അപഹരിച്ചു എന്നുള്ള വ്യക്തമായ തെളിവ്. കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ ഉണ്ടായ തട്ടിപ്പിനെ കുറിച്ച് തിരിച്ചു വർത്തമാനമായി. എസ് സി മൊയ്തീൻ നമുക്ക് പുറമേ കാണുമ്പോൾ ജീപ്പ് ഡ്രൈവർ ആയിരുന്ന PR അരവിന്ദാക്ഷൻ ആ നാടുമായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് പൊടുന്നനെ പ്രതികൾ എന്ന് പറയുന്നത് വടക്കാഞ്ചേരിയിലെ മുനിസിപ്പൽ കൗൺസിലർമാരാണ്. കേരളത്തിൽ മൂന്നാം ഭരണവും പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് CPM-ന് തുടർച്ചയായി വലിയ വലിയ തിരിച്ചടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പാർട്ടി തന്നെ പ്രതിയാകുന്നു എന്നുള്ളതാണ്. നമ്മൾ കണ്ടിട്ടില്ല ഒരു പാർട്ടി തന്നെ പ്രതിയാകുന്നത്. പാർട്ടി നേതാക്കൾ പ്രതിയാകാറുണ്ട്, പാർട്ടിയുടെ ഓഫീസുകളൊക്കെ ചില കാര്യങ്ങൾ പ്രതിയാകാറുണ്ട്. ഇതൊരു പാർട്ടി തന്നെ 68ാമത്തെ പ്രതിയായി അങ്ങനെ തോന്നുന്നു വന്നിരിക്കുന്നു. അത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇനി തുടർ നടപടികളിൽ വലിയ ഒരു അപകടം അല്ലേ സൂചന നൽകുന്നത്? അപകട സൂചന എന്ന് പറഞ്ഞാൽ മോഡി ഇവിടെ കേന്ദ്രത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം നിയമ നടപടി എന്ന് പറയുന്നത് ഏത് ഏജൻസിയുടെ ആണെങ്കിലും എവിടം വരെ പോകും നമ്മൾ കാത്തിരുന്ന് കാണണം. പക്ഷെ നരേന്ദ്രമോദി തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണല്ലോ കരുവന്നൂർ ബാങ്ക്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പറഞ്ഞതാണ്. തീർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുണ്ടായ ഒരു പദ്ധതി മാത്രമേ ഉള്ളൂ. അതെ, ശരിക്കും ഈ കരുവന്നൂർ ബാങ്കിൽ സംഭവിച്ചിരിക്കുന്നത് പച്ചയായ തട്ടിപ്പ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. അതിന് കണ്ടെത്തിയതിന് പോലും ഒരു തീവ്രത ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് ഇതൊന്നുമല്ല, ഒരു 300 കോടിയോളം രൂപയുടെ ആരോപണം, അതിൽ 150 കോടിയിലേറെ രൂപ അപഹരിച്ചു എന്നുള്ള വ്യക്തമായ തെളിവ്. അതിൽ ഒരുപാട് ആളുകൾ അവരുടെ ചികിത്സാ സഹായത്തിന് പണമില്ലാതെ നിക്ഷേപകർ ബുദ്ധിമുട്ടി മരിച്ചവരുണ്ട്. അതുപോലെ തന്നെ വിവാഹത്തിന് പണം ലഭിക്കാത്തവർ, ഇങ്ങനെയുള്ളവർ പച്ചയായി മനുഷ്യരെല്ലാം കഷ്ടതകൾ അനുഭവിക്കുമ്പോൾ അത് നടത്തിയവർ അവിടെ തന്നെ ഉണ്ട്, അവരെ ശിക്ഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് കോൺഗ്രസ് പറയുമ്പോൾ, കരുവന്നൂർ ബാങ്കിൻ്റെ തട്ടിപ്പിനെ കുറിച്ച് കോൺഗ്രസ് പറയുമ്പോൾ, കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ ഉണ്ടായ തട്ടിപ്പിനെ കുറിച്ച് തിരിച്ചു വർത്തമാനം പറയും. ഈ CPM-ഉം ഭരിക്കുന്ന ബാങ്കിലുള്ള അഴിമതി അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിലുള്ള അഴിമതിൻ്റെയും മൗലികമായ വ്യത്യാസം. കോൺഗ്രസ്സിലെ ഭരിക്കുന്ന ബാങ്കിൽ ആരുടെയെങ്കിലും പേരിൽ അഴിമതി ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഡിഫെൻഡ് ചെയ്യാനോ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ തെരുവിലിറങ്ങി പ്രകടനം നടത്താനോ ആരോപണം ഉന്നയിച്ചവരെ തല്ലാനോ കോൺഗ്രസ്സുകാരൻ പോവുകയില്ല. CPM ഭരിക്കുന്നൊരു ബാങ്കിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. എന്ത് കൊലപാതകം നടന്നെന്ന് പറഞ്ഞാലും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ DYFIയുടെയും ചെഗുവേരയുടെയും ശിഷ്യന്മാരിറങ്ങാണ്. പിന്നെ ന്യായീകരണ തൊഴിലാളിയല്ല, അതിനേക്കാളൊക്കെ അപ്പുറം. മുതലാളികൾ നാളെ കൊടിസിനോട്ട് എല്ലാവരും വേണേൽ കരുവന്നൂർക്ക് വരും, സാക്ഷി പറയാൻ എടുത്തും പോകാൻ പറ്റില്ല, അടി കിട്ടും. അങ്ങനെയാണ് ആ സംഭവം. ഇത്തരം മസിൽ പവർ ഉപയോഗിച്ച് ഏത് അഴിമതി ആരോപണത്തെയും കൈകാര്യം ചെയ്യാം എന്നൊരു ധൈര്യം CPM-നുണ്ട്. അതെ, CPM-ന് എനിക്ക് തോന്നുന്നു ഈ കരുവന്നൂർ കേസിൽ അവർ തീർച്ചയായും പെട്ടിരിക്കുന്നു. അതിൻ്റെ വ്യക്തമായ ED-യുടെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളും അതല്ലെങ്കിൽ റിപ്പോർട്ടുകൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങളെല്ലാം അനുസരിച്ച് AC മൊയ്തീൻ അടക്കമുള്ള 3 ജില്ലാ സെക്രട്ടറിമാരെ പ്രതികളാക്കിയിരിക്കുന്നു. അതിൽ ആദ്യത്തെ അത് K രാധാകൃഷ്ണൻ MP-യും അതുപോലെ MM വർഗീസ്, അദ്ദേഹം ഒരു പാവമാണെന്ന് തോന്നുന്നു. ഈ 2 പേരും അക്കൗണ്ട് വഴി പോകുന്ന കള്ളപ്പണത്തിന് ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ സൈൻ ചെയ്തു എന്നല്ലാതെ, മൗനം സമ്മതമാക്കിയതെന്നല്ലാതെ AC മൊയ്തീൻ പച്ചക്ക് തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് തെളിഞ്ഞു വരുന്നത്. ഇത് സംഭവിക്കേണ്ടത് CPM-ൽ ജനങ്ങളുടെ മനസ്സിൽ സൗമ്യരും അഴിമതി വിരുദ്ധരും അല്ലെ അഴിമതിക്കാരല്ലാത്തവരും ആണ് ഇമേജ് ഉണ്ടായിരുന്ന കുറേ നല്ല മനുഷ്യരുണ്ടായിരുന്നു. വളരെ ചുരുക്കം നല്ല മനുഷ്യരുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ പഴയ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥ്. പക്ഷെ അദ്ദേഹം മറ്റേ കർത്തായുടെ കരിമണൽ കടത്തുമായി ബന്ധപ്പെട്ട അളിയൻ എന്നുള്ള രീതിയിൽ സ്വന്തക്കാരൻ അങ്ങനെ അങ്ങേർക്കും കാര്യമായിട്ട് മിണ്ടാൻ പറ്റാതെ വന്നു. പിന്നെ രണ്ടാമത് AC മൊയ്തീൻ. നമുക്ക് പുറമേ കാണുമ്പോൾ സംസാരിക്കുമ്പോൾ ഒരു സാത്വികനാണ്, നല്ല കമ്മ്യൂണിസ്റ്റ്, ഒരു വലിയ ഭാവമില്ല, സാത്വികനാണ്. ആ മൊയ്തീനെ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യിക്കാൻ പറ്റി. അപ്പം മൊയ്തീൻ കൂടാതെ രണ്ടാമത് വന്നിരിക്കുന്നവരാ രാധാകൃഷ്ണൻ. ദിവ്യ അയ്യർ പോയി ഉമ്മ കൊടുത്താ ആലോചിച്ചോളൂ. IAS ഓഫീസർ ഉമ്മ കോൺഗ്രസ് മൊയ്തീൻ ചെയ്തു വെച്ച കുറെ കാര്യങ്ങൾ. ഇത് 2010 മുതൽ 2018 വരെയാണ് ഏറ്റവും വലിയ തട്ടിപ്പ് ഈ ബാങ്കിൽ നടക്കുന്നത്. അത് ED കണ്ടെത്തിയതും ബാക്കിയുള്ള അന്വേഷണ ഏജൻസികളെല്ലാം കണ്ടെത്തിയതാണ്. ഇതിൽ 2011 മുതൽ 16 വരെ AC മൊയ്തീനായിരുന്നു അവിടെ ജില്ലാ സെക്രട്ടറി. പിന്നീട് അദ്ദേഹത്തിന് മാറേണ്ടി വന്നത് മാറ്റിയതല്ല, മന്ത്രിയായി പോയതാണ്. 2016 മുതൽ 1ാം പിണറായി മന്ത്രിസഭയിൽ അദ്ദേഹം മന്ത്രിയായി പോയി. അപ്പോഴും
തൃശ്ശൂരിന്റെ കടിഞ്ഞാണ് ഇദ്ദേഹത്തിന്റെ പക്ഷെ കയ്യിൽ തന്നെ മന്ത്രിസ്ഥാനത്ത് ഇരുന്ന ഒരു ചീത്തപ്പനും കേൾപ്പിക്കാത്ത ആളാണ്. കേൾപ്പിക്കാത്ത ആളാണ്. ഇയാൾക്ക് അതിന്റെ അരുവന്നൂരിൽ നിന്ന് ഉണ്ടാക്കിയതിന്റെ അതിനേക്കാൾ കൂടി ഉണ്ടാക്കാൻ കോടി ഉണ്ടാക്കി. ഇപ്പോൾ ആ സമയത്താണ് AC മൊയ്തീൻ ഉണ്ടാകുമ്പോൾ തന്നെയാണ് ഏറ്റവും വലിയ തട്ടിപ്പ് നടന്നതെന്ന് ഇവിടെ ഒരു സംശയമില്ലാത്ത തരത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. അതുമാത്രമല്ല, വളരെ സൂക്ഷ്മമായി ഞാൻ തന്നെ പരിശോധിച്ചതിലൊന്ന് വ്യക്തമായത്, ഈ പറയുന്ന കരുവന്നൂർ എന്ന് പറയുന്നത് ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിൽപ്പെടുന്ന സ്ഥലമാണ്. ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് 50 കിലോമീറ്റർ ദൂരെയാണ് വടക്കാഞ്ചേരി എന്ന് പറയുന്നത്. AC മൊയ്തീന്റെ വീട് അദ്ദേഹം ഏരിയ സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന സ്ഥലം. ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നതും മുരളീധരനെ ആദ്യം തോൽപ്പിച്ചതും വടക്കാഞ്ചേരി തന്നെയാണ്. അദ്ദേഹത്തിന്റെ മുനിസിപ്പാലിറ്റിയിൽ പെടുന്ന വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ പെടുന്ന 2 കൗൺസിലർമാർ, ഒരാൾ അരവിന്ദാക്ഷൻ, മറ്റൊരാൾ മധു, അവരാണ് ഇതിന്റെ പ്രതികൾ. ഇരിഞ്ഞാലക്കുടക്കാരല്ല, ഇവരാണ് ഇതിന്റെ പ്രതികൾ. പണം കൈവശം വച്ചതും സൂക്ഷിച്ചതും കള്ളപ്പണം കടത്തിയവരുമായ പ്രതികൾ എന്ന് പറയുന്നത് വടക്കാഞ്ചേരിയിലെ മുനിസിപ്പൽ കൗൺസിലർമാരാണ്. വളരെ വ്യക്തമല്ലേ? വടക്കാഞ്ചേരിയിലെ നേതാവ് അദ്ദേഹത്തിന്റെ ശിങ്കിടികളെ വെച്ച് നടത്തിയ തട്ടിപ്പാണ് ഇതെന്ന് പറയാൻ മറ്റെന്ത് തെളിവാണ് വേണ്ടത്? അതിന് രാധാകൃഷ്ണന്റെ മറുപടി, അതിന് രാധാകൃഷ്ണൻ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും പരിചയമുള്ളവർ ലോണോ അതുപോലെ എന്തെങ്കിലും കാര്യത്തിന് അവർ ഡിസർവിങ് ആണെന്ന് എനിക്ക് തോന്നിയാൽ അത് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ കൊടുക്കാൻ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. രാധാകൃഷ്ണൻ ഡിസോൺ ചെയ്യില്ല. പക്ഷെ അതിന്റെ അർത്ഥം ഞാൻ അതിന്റെ കാശ് കൊണ്ട് ഞാൻ മേടിച്ചു എന്നുള്ളതല്ല. അദ്ദേഹം വാങ്ങിക്കാൻ സാധ്യതയില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാ പറഞ്ഞത്. പക്ഷേ ഈ 3 പേർ മാനസിക് പട്ടിനെ കൊള്ളാവുന്ന 3 പേരെ ഒന്നും അല്ലാതാക്കി. ഏകദേശം ഒരു 90 ലക്ഷം രൂപ അടുത്ത് PR അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന ഒരു കൗൺസിലറുടെ പേരിൽ അദ്ദേഹത്തിന്റെ അമ്മയുടെ പണമാണെന്ന് പറയുന്നു. അതൊക്കെ മലക്കമറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ ഭാര്യയുടെ പെൻഷൻ ഉപയോഗിച്ച് കമ്പനി തുടങ്ങിയതുപോലെ ഒരു പറയുന്ന ഓട്ടോറിക്ഷ, അത് ജീപ്പ് ഡ്രൈവർ ആയിരുന്ന PR അരവിന്ദാക്ഷൻ ആ നാടുമായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് പൊടുന്നനെ ഒരു പണക്കാരൻ അല്ലെങ്കിൽ വേണ്ടുന്നത്ര പണം എടുത്ത് ചെലവാക്കാൻ കഴിയുന്ന ഒരാളായി അതെ അതെ അങ്ങനെയായി മാറുകയും ചെയ്യുമ്പോൾ അത് പലർക്കും അറിയാമായിരുന്നു അത് AC മൊയ്തീൻ വഴി വരുന്ന പണമാണ് എന്നുള്ളത്. എവിടെ നിന്ന് വന്നു എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുന്നു. അതാണ് ഇപ്പൊ പിടിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അവിടെ ഒന്ന് ആലോചിച്ചൊക്കെ ഇത്രയെല്ലാമായിട്ടും DYFIയുടെയോ SFIയുടെയോ ഏതെങ്കിലും തലത്തിൽ പ്രതിഷേധം ഉണ്ടാകുന്നു. പക്ഷെ കോൺഗ്രസിന്റെ സംഘടനയാണെങ്കിൽ ഇതിങ്ങനെ കോൺഗ്രസ്സുകാർ ഇതിനെ ന്യായീകരിക്കാൻ പോയാൽ ഉറപ്പായിട്ടും കോൺഗ്രസ് തന്നെ രംഗത്ത് വരും. അല്ല, ഇപ്പോൾ ഇത് നടന്ന് ഞാൻ ഒരു ഉദാഹരണം പറയാം. 2 പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസം. അടൂർ പ്രകാശിന് KPCC പ്രസിഡന്റ് സുധീരൻ പറയാനെങ്കിലും ഉണ്ടായിരുന്നു. സുധീരന്റെ വാദം ശരിയല്ല, ബാർ ഉടമയാണ്, അതുകൊണ്ട് അത് അടൂർ പ്രകാശ് പറ്റിയില്ല എന്ന് പറയാൻ ആളുണ്ടായിരുന്നു. പക്ഷേ അത് പറയാൻ കോൺഗ്രസിൽ തന്നെ ആളുണ്ട്. സുധീരൻ ആരും തല്ലാനോ കൊല്ലാനോ പോയിട്ടില്ല. അപ്പൊ CPM മിണ്ടില്ല. പിണറായി വിജയനോട് പിണറായി വിജയൻ ചോദിക്കുന്ന മൊയ്തീനോട് ചോദിക്കും, താൻ എടുത്തോ? ഇപ്പോൾ കരുവന്നൂർ ബാങ്ക് UDF അല്ലെ കോൺഗ്രസ് ഭരിക്കുന്നതും തട്ടിപ്പ് നടത്തിയ AC മൊയ്തീൻ ഒരു കോൺഗ്രസ് നേതാവുമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? കരുവന്നൂർ ബാങ്ക് അവിടെ ഉണ്ടായിരിക്കില്ല. AC മൊയ്തീൻ എന്ന നേതാവ് ഉണ്ടായില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്ന ഒരവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടാകില്ല. ഇതൊക്കെ ഇതേ രീതിയിൽ കായികപരമായി നേരിടണമെന്നല്ല. പ്രതിപക്ഷം എന്ത് ചെയ്തു ഇതിൽ? ആ ചോദ്യമാണ് അൻവർ ചോദിക്കുന്നത്. അതെ, അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നങ്ങളല്ലാതെ സീരിയസ് ആയിട്ടൊരു പ്രശ്നം ഉയർത്താൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. ഒറ്റ കാര്യം മതി. അതെ, പ്രതിപക്ഷത്തിന് സാധിക്കാത്തതിന്റെ കാരണം പ്രതിപക്ഷം ഭരിക്കുന്ന പല ബാങ്കുകളിലും ചില ബാങ്കുകളിലും അങ്ങനെ പറയാൻ അത് അവർ പറഞ്ഞോട്ടെ വെക്കണം. അല്ല, അങ്ങനെ പറയാൻ തക്കത്ത ഒരു പ്രശ്നം ഉണ്ടായി വന്നിട്ടില്ലല്ലോ. ഇപ്പൊ മുസ്ലിം ലീഗ് ഭരിക്കുന്ന AR നഗർ ഒരു ബാങ്ക് അങ്കമാലി, അത് പഴയ ഒരു സംഭവം. CPI ബാസുരാങ്കന്റെ ഒരു ബാങ്ക്, അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാം പിടിക്കപ്പെടട്ടേന്ന്. ഈ 300 കോടിയുടെ പിടിക്കപ്പെട്ടതും ED അന്വേഷിക്കുന്നതുമായ മറ്റൊരു ബാങ്ക് ഇല്ല. ഉദ്ദേശിക്കുന്നല്ല അതിനകത്ത് കോപ്പറേറ്റീവ് സെക്ടറിനെ നന്നാക്കാൻ നോക്കിയാൽ, ഇപ്പോഴത്തെ ഈ കണ്ടീഷനിൽ നന്നാക്കാൻ നോക്കിയാൽ ഇവിടുത്തെ സാധാരണക്കാരായ ഒത്തിരി മനുഷ്യർ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അല്ല, ഈ കഷ്ടപ്പെടുന്ന പാവങ്ങളുടെ അല്ല പറയട്ടെ, ഒരു 1000 ഡെപ്പോസിറ്റിന് 10 പേരല്ല 50 പേർ ആത്മഹത്യ ചെയ്യുന്ന ഇതെല്ലാം പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സ്, ട്രാൻസ്പോർട്ട് കണ്ടക്ടർമാര്, സഹകരണ മേഖല തകരും. എന്നിട്ട് ഇവർ പറയുന്ന ന്യായങ്ങൾ എന്താണ്? കേരളത്തിലാണ് ഈ ലോകത്ത് തന്നെ ഏറ്റവും അത്ഭുതപ്പെടുന്ന തരത്തിൽ സഹകരണ മേഖല നിലനിൽക്കുന്നത്. ആ സഹകരണ മേഖലയെ തകർക്കാനുള്ള
കേന്ദ്ര സർക്കാരിൻ്റെ കുബുദ്ധിയാണ് ഇവിടെ പ്രയോഗിക്കുന്നത് ഇ ഡിയിലൂടെ എന്നൊക്കെയാണ്. പച്ചയായി സാധാരണ മനുഷ്യൻ കഷ്ടപ്പെട്ടൊരു ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച പണം കൊണ്ടുവന്നത് അതേ ഉച്ചയോടെ അത് പൊക്കിയെടുത്ത് കട്ടുകൊണ്ടുപോയ ഈ നേതാക്കന്മാരെ പിടിക്കാൻ കഴിയാതെ ഇതൊരു സഹകരണ മേഖലയെ തകർക്കുന്നു എന്നുള്ള വീരവാദം അല്ലെങ്കിൽ ഒരു കള്ള ന്യായം പറയുന്നത്. അപ്പോൾ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് ബാങ്കിൽ തന്നെ അല്ലാതെ ഒരു ഏരിയയിൽ ഒരു 50 സഹാക്കൾ, അത് ചെകുവര DYFIക്കാർക്ക് ജേഴ്സിയൊക്കെ കഴിഞ്ഞ് നടക്കുന്നവർക്ക് സാമ്പത്തിക സഹായം ഈ തട്ടിപ്പ് പണത്തിൻ്റെ വാതിൽപ്പടി വിതരണമുണ്ട്, സബ്സിഡിയൊക്കെ 50 രൂപ 25 രൂപ വെച്ച് മേടിക്കും. ഈ പൈസ ആർക്കാണ് കിട്ടുന്നത്? അപ്പോൾ ഇത്തരം സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പം ഈ സൗകര്യം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് പാർട്ടിയുടെ സാധാരണ അണികൾ പാർട്ടി നേതൃത്വത്തിൻ്റെ കൂടെ ഉറച്ചു നിൽക്കും. അവരാണ് ഈ 50 രൂപ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മറ്റേ ഇവർ വീടുകളിൽ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വരുന്നവരുണ്ടല്ലോ, അവരുടെ പേര് ഹരിതസേന, അവർക്ക് 50 രൂപ വെച്ച് കൊടുക്കുകയാണ്. ഈ 50 രൂപ അവരുടെ ധാരണ എന്താണെന്നറിയോ? CPM കൊടുക്കുന്നതാണ്, CPM കാരണമാണ് ഇത് കിട്ടുന്നത്, അവർ പോയി കഴിഞ്ഞാൽ ഇത് കിട്ടിയില്ല എന്നുള്ള ആ ധാരണയാണ് ഇവിടെ ഈ കരുവന്നൂരിൽ. ഇത് ആരെയാണ് ബാധിക്കുന്നതെന്ന് അറിയോ? ശരിക്കും സഹകരണ സംഘങ്ങളും വളരെ നന്നായി കൊണ്ടുപോകുന്ന ഒരുപാട് സംഘങ്ങളുണ്ട്. അവർ പല രീതിയിൽ ഉൽപാദന ക്ഷമത കൂടി അതുപോലെയുള്ള രംഗങ്ങൾ കണ്ണൂരിൽ നിന്ന് വരുന്നല്ല. റബ്കോയ്ക്ക് എന്താ സംഭവിച്ചു? മന്ത്രി വാസവൻ ആലോചിക്കുക, റബ്കോ സഹകരണ അപ്പൊ അതിന്റെ പാരമ്പര്യമാണ് ഇവർ തുടരുന്നത്. റബ്കോയ്ക്ക് എന്താ സംഭവിച്ചു? അതെ, അങ്ങനെയൊക്കെ സഹകരണ മേഖലയൊക്കെ തകർന്ന് തരിപ്പണമാണ്. ദിനേശ് ഇല്ല, ഇപ്പൊ അതൊക്കെ കറി പൗഡറൊക്കെ മാറിയിട്ടുണ്ട്. പെട്രോൾ പമ്പ്. അതെ, അതിന് പകരം പെട്രോൾ. അങ്ങനെയുള്ളവർക്ക് സഹായം നൽകാനാണ് ഈ പാവങ്ങളുടെ പണം എടുത്തു കൊടുത്തിരിക്കുന്നത്. MK കണ്ണന്റെ പേരൊക്കെ ഇതിൽ വന്നിരുന്നു പ്രതിപട്ടികയിൽ. അങ്ങനെ കാണുന്നില്ല. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ബാക്കിയാവുന്നത് ഈ 300 കോടിയോളം രൂപ, ഏറ്റവും അവസാനമായി 189 കോടി രൂപയോളം തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇത് ഒറ്റയ്ക്ക് തിന്നാനും ഇതാക്കാനൊന്നും AC മൊയ്തീനൊന്നും കഴിയില്ല. അപ്പൊ ഇത് എങ്ങോട്ട് പോയിരിക്കുന്നു? അവിടെയാണ് അതങ്ങ് തിരുവനന്തപുരം വരെ ചെന്നാണ്. കൈതോലപ്പായ്ക്ക് പകരം വേറെ വാഴയിലോ, കൈതോലപ്പായ ഏകദേശം ഇതേ സമയത്താണോ പോയത്? കൈതോലപ്പായ്ക്ക് പകരം വാഴയിലോ ഒക്കെ പോയിക്കൊണ്ട് പോയി കാണാം പല ബാങ്കിൽ. അല്ല, കൈതോലപ്പായ വഴി പോയ പണം എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ആ സമയവും ആ ഡേറ്റ് ഒക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഇതേ തരത്തിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. ഏതായാലും ഇതിനപ്പുറം പോകുന്നില്ല. അപ്പുറം പോകണമെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായ സമരം വേണം. അതുണ്ടാകുന്നുമില്ല. ഈ കാര്യത്തിൽ ഉണ്ടാകുകയില്ല. കാരണം എന്നറിയോ? കോൺഗ്രസിന്റെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ ഒത്തിരി ഡെപ്പോസിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഉടനെ ഈ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ അവർക്ക് എങ്ങനെയെങ്കിലും പൈസ ബാങ്ക് നിലനിന്നാലേ എങ്ങനെയെങ്കിലും മേടിക്കാൻ പറ്റുള്ളൂ. ആ ബാങ്കിനൊരു തകർച്ച ഉണ്ടാകുന്ന അവിടെ സാധാരണ ഡെപ്പോസിറ്റേഴ്സ് ബാങ്കിനെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായിട്ട് വരും. കാരണം അവൻ ആ ബാങ്ക് നിലനിന്നെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ഇപ്പോൾ അവിടെ കരുവന്നൂരിൽ എത്ര പേർക്ക് പണം പോയി. കേസും അന്വേഷണം ഉണ്ടായില്ലേ, എങ്ങനെയെങ്കിലും തിരിച്ചും മറിച്ചും കുറേശ്ശെ കിട്ടിക്കൊണ്ടിരുന്നേനെ. അവസാനം മൊത്തം തീരും. അതുവരെ എങ്കിൽ ഇവർക്ക് ഇത് ഇമ്മീഡിയറ്റ് തകർച്ച ഇവർക്ക് കാണണോ വേണ്ടിയോ? ആ ലീഡർഷിപ്പിനെ ഫേസ് ചെയ്യാൻ പറ്റുമോ? പക്ഷേ ഇങ്ങനെ ഒരു പ്രാവശ്യം ഇത്രയ്ക്കും പച്ചയായി തട്ടിപ്പ് നടത്തി കട്ടുകൊണ്ടുപോയ ഒരാളെ ഒരു ദിവസമെങ്കിലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സഹകരണ മേഖല തകരുന്നതല്ല, ഒരു തരത്തിൽ രക്ഷപ്പെടുന്നതായിരിക്കും. ഇപ്പോൾ മൊത്തത്തിൽ 9ാം വർഷം 10ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് പിണറായി വിജയൻ്റെ ഭരണം. ഈ 10ാം വർഷത്തിൽ ഏറ്റവും അവസാന ഈ വർഷത്തിൽ ഈ ഒറ്റ കാരണം മതിയായിരുന്നു അദ്ദേഹത്തിനെ താഴെ ഇറക്കാൻ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. ഈ കാരണങ്ങൾ ഒരുപാടുണ്ട്, 100 കണക്കിന് കാരണങ്ങളുണ്ട്. ഒരു മുൻമന്ത്രി ഇപ്പോഴത്തെ MLA അദ്ദേഹം പച്ചയായി സാധാരണക്കാരുടെ പണം അപഹരിച്ചു എന്ന് കണ്ടെത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ രാജി മാത്രം മതിയായിരുന്നില്ലേ UDF-ന്? അദ്ദേഹത്തിന് ഇതിൽ പ്രതിയായ അവസ്ഥക്ക് അദ്ദേഹത്തിന് നാളെ അറസ്റ്റ് ചെയ്യാനോ മറ്റോ സാധ്യതയുണ്ടെങ്കിൽ ആ അറസ്റ്റ് അദ്ദേഹത്തിൻ്റെ രാജിയിലേക്കും അദ്ദേഹം ആ രാജി കൊണ്ട് LDF-ന്റെ തകർച്ചയിലേക്കും നയിക്കുമായിരുന്നില്ല. ഇതിൽ ഈ ഒരു കോൺഗ്രസിൻ്റെ പ്രചരണത്തിലൊരു വ്യത്യാസം പറയാം. എറണാകുളം ജില്ലയിലെ ഒരു പ്രമുഖമായ ബാങ്ക്, സഹകരണം, നല്ല ഡെപ്പോസിറ്റൊക്കെ ഉള്ള ക്ലാസ് ബാങ്കാണ്. ഇതേ തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്ന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പ്രതിയായി. അപ്പോൾ അടുത്ത വർഷത്തിൻ്റെ പോസ്റ്ററാണ്: പ്രിയ കസ്റ്റമേഴ്സ്, അറിയുക, നിങ്ങൾ ലോണൊന്നും ഇനി നിങ്ങൾക്ക് ലോൺ കിട്ടുമോ തിരിച്ചടയ്ക്കാനോ പറ്റാതെ വരുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. ബാങ്കുകൾ തകരുകയാണ്. അപ്പോൾ ലോണ് തകർന്നതിൻ്റെ ഡെപ്പോസിറ്റേഴ്സിൻ്റെ പ്രശ്നമുണ്ടോ? അവർ സമരം ചെയ്യാൻ വരുമോ? അപ്പോൾ പറയേണ്ടിയിരുന്നത് ഡെപ്പോസിറ്റേഴ്സ് നിങ്ങളുടെ പൈസ കിട്ടിയില്ലെന്നാണ് പറയേണ്ടിയിരുന്നത്. ഡെപ്പോസിറ്റേഴ്സ് നിങ്ങളുടെ പൈസ കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്ന അവരളകി വന്നേനെ. ഇതാദ്യം സംഘടിപ്പിക്കാൻ നോക്കുന്ന ലോൺ എടുത്തവനെ അടക്കണ്ട. അതെ, പണ്ട് KSEB
അതായത് 2001 എ കെ ആന്റണി അധികാരത്തിൽ വന്നതിന് തൊട്ട് അതിനുശേഷം ഇവിടെ സാമ്പത്തികമായി ഞെരുങ്ങിയിരിക്കുന്ന സമയത്ത് ADB വായ്പക്കായി പോയി. ഇപ്പൊ ഇന്ന് ADB വായ്പയും കിഫ്ബി വായ്പയും കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അത് മറ്റൊരു കാര്യം. വായ്പ മാത്രമാണ്, ഞങ്ങൾ എത്ര വായ്പ ഞങ്ങൾക്ക് തരുന്നു ദിവസേന ചോദിക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെത്. അന്ന് എ കെ ആന്റണി ഒരു ADB വായ്പക്ക് ചോദിച്ച് അവിടുന്ന് ഒരു 3-4 പേർ ഇവിടെ ഒന്ന് നോക്കാൻ വേണ്ടി വന്നു. എല്ലാ KSEBക്ക് വരെ എഴുതി വെച്ചു ADB ഓഫീസ്. അന്ന് ഒരു വൈദ്യുത പദ്ധതിക്ക് വേണ്ടി ADB എന്തോ കുറച്ച് പണം സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എഴുതി വെച്ചു, ആരും വൈദ്യുതി ബില്ല് അടക്കണ്ട, ഇത് ADB ഓഫീസ് എന്ന് എഴുതി വെച്ചവരാണിവർ. അപ്പൊ അങ്ങനെ ബാങ്ക് അതെ, അത് എല്ലാം അതിൻ്റെ ഒക്കെയാണ്. അപ്പോൾ CPMന്റെ കാലത്ത് അവർക്ക് ഇഷ്ടമുള്ളവ നടത്തുകയും സമരം ചെയ്യേണ്ട സമയത്ത് CPM അതിനനുസരിച്ച് സമരം ചെയ്യും. അങ്ങനെയൊക്കെയാണ് അവർ ഭരണം പിടിച്ചെടുക്കുന്നത്. പ്രതിപക്ഷത്തിന് അത് കഴിയുന്നില്ല. ഇപ്പോൾ ആ സമീപനം കോൺഗ്രസ് അങ്ങനെ ഒരു ലിബറൽ സമീപനം, കുറച്ചുകൂടെ മൃദുവായ സമീപനം, അഗ്രസീവ് സമരങ്ങൾക്ക് കോൺഗ്രസ് പോകുന്നില്ല. 2 കാരണങ്ങളല്ല. ഒന്ന്, കോൺഗ്രസ് അഗ്രസീവ് ആകാത്തതിൻ്റെ കാരണം അതിനുള്ള കോപ്പില്ല. ഒരു ദിവസമൊക്കെ ലാത്തിച്ചാർജ് കൊള്ളാമല്ലോ, 2 ദിവസം അതിനപ്പുറത്തേക്ക് ആൾക്കാരെ എത്തിക്കുക ഒരു സത്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അല്ലെ കോൺഗ്രസ് ആ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒത്തിരി പേര് വിദ്യാഭ്യാസമൊക്കെ കിട്ടി, സൗകര്യം കിട്ടിയാൽ പുറത്തേക്ക് ചാടാൻ ഏതെങ്കിലും മാർഗ്ഗമുണ്ടോ, സ്വന്തക്കാർ ഒരു നേഴ്സിനെ കല്യാണം കഴിച്ച് പോകാൻ നോക്കുന്നവരാണ്. ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ പെട്ട് കഴിഞ്ഞാൽ തീർന്നു, അവൻ്റെ ഭാവി പോയി, വിദേശത്തേക്ക് പോകാൻ പറ്റിയില്ല. മറിച്ച് ഇപ്പം ഞാനത് കുറച്ചുകൂടെ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, വളരെ രസകരമായിട്ട് പറയാൻ പറ്റും. നിങ്ങളുടെ ഏരിയ തലശ്ശേരി, അവിടെ എങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടി വളർന്നു എന്ന് ചോദിച്ചാൽ കോൺഗ്രസിൻ്റെ മസിൽ പവർ, അവിടെ നമ്പ്യാരും മേനോൻ വലിയ കുടുംബക്കാരാണ്, അവരൊന്നും വഴി തല്ലാൻ വരികയില്ല. കോൺഗ്രസിൻ്റെ മസിൽ പവർ എന്ന് പറഞ്ഞാൽ മുസ്ലിംസ് ആയിരുന്നു. മുസ്ലിംസ് ലീഗിലും ഉണ്ടായിരുന്നു, കോൺഗ്രസിലും ഉണ്ടായിരുന്നു. ഇവർ സാധാരണ പണിക്കാരും ജോലിക്കാരും ഒക്കെ ആയിരുന്നു. അടിക്കാനും വെട്ടാനും കുത്താനും ഇവർ ചാടി ഇറങ്ങി വരും. പക്ഷേ ഗൾഫ് ബൂം ഉണ്ടായപ്പോഴത്തേക്കും ഈ കോൺഗ്രസിന് വേണ്ടി തല്ലാനും നടന്നിരുന്നവരെല്ലാം എങ്ങോട്ട് പോയി? അവൻ പിന്നെ പോലീസ് സ്റ്റേഷൻ കേസ് ചാർജ് ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. ആ അവസ്ഥയിൽ കോൺഗ്രസിന് മൊത്തം ഒരു മരവിപ്പുണ്ടായി. ഇവിടെ ദിനേശ് പിടിയായിട്ട് വേറൊരു ഭാഗം ഇരിപ്പുണ്ട്, ഒരു പണിയില്ലാതെ. അവർ സജീവമായി. അവരാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിയെ ബലം പ്രയോഗിച്ച് തലശ്ശേരിയൊക്കെ ചുവന്നതാക്കിയത്. ഏതായാലും CPM എടുക്കുന്ന പണി കോൺഗ്രസ് എടുക്കുന്നില്ല. പക്ഷേ ചിലത് എടുത്തേ മതിയാകൂ. ഇപ്പോൾ കരുവന്നൂർ ബാങ്കിലെ പച്ചയായ തട്ടിപ്പ് ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു തട്ടിപ്പിന് തുല്യമായി മാറിയിരിക്കും. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഇത് തുറന്നു കാട്ടാനും ഒന്നും പോകുന്നില്ല എങ്കിൽ ഇനിയുള്ള ഭരണം, 3ാം ഭരണം ലക്ഷ്യമിടുന്നവർക്ക് അതൊരു സഹായകമാകും. പക്ഷേ പ്രതിപക്ഷം ഇതുവരെ അതിനൊരു സമരവുമായിട്ടോ ഒന്നും എത്തിയിട്ടില്ല. സമരമായി എത്തുന്നോ ഇല്ലയോ അത് മറ്റുള്ളൊരു കാര്യം. ഏതായാലും കരുവന്നൂരിൽ സാധാരണ ജനങ്ങളുടെ ജീവൻ പച്ചപിടിക്കാൻ വേണ്ടി അവർ ഒരു ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട പണം ഇങ്ങനെ പച്ചയായി അപഹരിച്ചു കൊണ്ടുപോയത് മന്ത്രി വര്യന്മാരും അല്ലെങ്കിൽ ജനപ്രതിനിധികളും എന്നുള്ളത് വളരെ കഷ്ടം തന്നെയാണ്. ഇത് ജനങ്ങളുടെ തീരുമാനത്തിനനുസരിച്ച് വരികയാണെങ്കിൽ തീർച്ചയായും CPMന് വലിയ തിരിച്ചടി തന്നെയാണ് നേരിടാൻ പോകുന്നത്.